എല്ലാവർക്കും നമസ്കാരം. സേനാനി സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അക്കാഡമിയുടെ ക്ലാസുകൾ SCERT NCERT അടിസ്ഥാനീകരിച്ച് സിലബസിനുള്ളിൽ ഒതുക്കി ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. തീർച്ചയായും പ്രിലിമിനറിക്കും മെയിൻസിനും ഉപകരിക്കുന്നതുമാണ്. നിങ്ങൾക്ക് ഉപകരിച്ചാൽ പ്രോത്സാഹനമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ടോപ്പിക്: സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടിയുടെ രൂപീകരണത്തിന് വഴിയൊരുക്കിയത് നിസ്സഹകരണ പ്രസ്ഥാനമായിരുന്നു. നിസ്സഹകരണ പ്രക്ഷോഭം പെട്ടെന്ന് നിർത്തിവച്ചതോടെ ദേശീയ പ്രവർത്തകരിൽ നിരാശയും നിരുത്സാഹവും വ്യാപിച്ചു. ബ്രിട്ടീഷ് പ്രസ്ഥാനത്തിനെതിരെ പോരാടാൻ അവർക്ക് മുന്നിൽ രാഷ്ട്രീയ പാർട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ജയിലിലായിരുന്നതിനാൽ ദേശീയ പ്രസ്ഥാനത്തെ നയിക്കാൻ നേതൃത്വനിരയും ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ നിഷ്ക്രിയതയിലേക്കു വഴുതി വീഴാതെ ദേശീയ പ്രസ്ഥാനത്തെ ഊർജ്ജസ്വലമാക്കി നിലനിർത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് ഇതിന് മുൻകൈയെടുത്തത്. ബ്രിട്ടീഷുകാർക്കെതിരെ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ പരിപാടിയിൽ കുറിച്ച് കോൺഗ്രസുകാരിൽ രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. CR ദാസിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം നിയമനിർമ്മാണ സഭകളെ ബഹിഷ്കരിക്കുന്നതിന് പകരം അവയിൽ പ്രവേശിച്ച് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ ഉള്ളിൽ നിന്നുകൊണ്ട് തടസ്സപ്പെടുത്തണമെന്ന് വാദിച്ചു. കൗൺസിലിൽ പ്രവേശനത്തിനു വേണ്ടി നിലകൊണ്ട ഈ വിഭാഗത്തെ പരിവർത്തനാനുകൂലികൾ എന്നറിയപ്പെട്ടു. എന്നാൽ സർദാർ വല്ലഭായ് പട്ടേൽ, ഡോക്ടർ അൻസാരി, രാജേന്ദ്ര പ്രസാദ് തുടങ്ങിയ മറ്റൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ കൗൺസിലിൽ പ്രവേശനത്തെ എതിർക്കുകയും ബഹിഷ്കരണത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. പരിവർത്തന നിഷേധികൾ എന്ന പേരിൽ ഇവരറിയപ്പെട്ടു. 1922 ഡിസംബറിൽ ചേർന്ന കോൺഗ്രസിന്റെ ഗയാ സമ്മേളനം കൗൺസിൽ പ്രവേശനത്തിനു വേണ്ടിയുള്ള CR ദാസിന്റെ അഭ്യർത്ഥനയെ നിരാകരിച്ചു. ഇതിനെ തുടർന്ന് അദ്ദേഹം കോൺഗ്രസിലെ അധ്യക്ഷ പദവി രാജിവെച്ചു. മോത്തിലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, ജയാക്കർ എന്നിവരോടൊപ്പം ചേർന്ന് CR ദാസ് കോൺഗ്രസിനകത്ത് ഒരു പാർട്ടി രൂപീകരിച്ചു. സ്വരാജ് പാർട്ടി എന്ന പേരിൽ ഇതറിയപ്പെട്ടു. ദാസ് ആയിരുന്നു പുതിയ പാർട്ടിയുടെ അധ്യക്ഷൻ. സ്വരാജ് പാർട്ടിയുടെ പ്രവർത്തന കേന്ദ്രം കൗൺസിലുകളായിരുന്നു. കൗൺസിലുകളിൽ പ്രവേശിച്ച് നിരന്തരമായ തടസ്സപ്പെടുത്തലുകളിലൂടെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്തുകയായിരുന്നു അവരുടെ പരിപാടി. 1923 നവംബറിൽ നടന്ന കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ സ്വരാജിസ്റ്റുകൾ ഭേദപ്പെട്ട വിജയം നേടി. കേന്ദ്ര നിയമനിർമ്മാണ സഭയിലെ ഏറ്റവും വലിയ കക്ഷിയായി സ്വരാജ് പാർട്ടി ഉയർന്നു. ചില പ്രവിശ്യ കൗൺസിലുകളിലും അവർ ഭൂരിപക്ഷം നേടുകയുണ്ടായി. സ്വരാജ് പാർട്ടി ശ്രദ്ധേയമായ പല നേട്ടങ്ങളും കൈവരിച്ചു. കേന്ദ്ര സംസ്ഥാന കൗൺസിലുകളിൽ അവർ ഗവൺമെന്റിനെ തുടർച്ചയായി പരാജയപ്പെടുത്തി. സ്വയംഭരണം, സിവിൽ സ്വാതന്ത്ര്യം, വ്യാവസായിക വികസനം തുടങ്ങിയ ആവശ്യങ്ങൾക്കു വേണ്ടി അവർ സമരം ചെയ്തു. 1925 ബിദൽഭായ് പട്ടേലിനെ കേന്ദ്ര നിയമനിർമ്മാണ സഭയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കുന്നതിൽ സ്വരാജിസ്റ്റുകൾ വിജയം കൈവരിച്ചു. മൊണ്ടേഗു ജെയിംസ് ഫോൺ പരിഷ്കാരങ്ങളുടെ പൊള്ളത്തരം അവർ തുറന്നു കാണിച്ചു. പ്രവിശ്യകളിൽ ദ്വിഭരണം സ്വരാജിസ്റ്റുകളുടെ എതിർപ്പ് മൂലം പ്രതിസന്ധിയിലായി. നിസ്സഹകരണ പ്രക്ഷോഭം നിർത്തിവച്ചതിനു ശേഷം ദേശീയ പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന ശൂന്യതയും നിഷ്ക്രിയത്വവും ഇല്ലാതാക്കാൻ കഴിഞ്ഞുവെന്ന് ആണ് സ്വരാജിസ്റ്റുകളുടെ ഏറ്റവും വലിയ നേട്ടം. ദേശീയ പ്രസ്ഥാനത്തിൽ പുതിയൊരു ഉണർവുണ്ടാക്കിയ സ്വരാജ് പാർട്ടി ക്രമേണ ദുർബലമാകുകയും തകരുകയും ചെയ്തു. സ്വരാജ് പാർട്ടിയുടെ തകർച്ചയ്ക്ക് നിരവധി കാരണങ്ങളുണ്ടായിരുന്നു. ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സേനാനി സിവിൽ സർവീസ് അക്കാഡമിക്ക് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത് വൈഷ്ണവ്. താങ്ക് യു ഫോർ വാച്ചിങ്.